അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, വളരെ ഭയാനകമായ ഒരു ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ് നാം എല്ലാവരും ഇന്ന് രാവിലെ എഴുന്നേറ്റത്. കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പോലും കണക്കാക്കാൻ കഴിയാത്തത്ര ഭയങ്കരമായ ദുരന്തം. ഈ സമയത്ത് അവിടെ ദുരന്തത്തിന് ഇരയായിട്ടുള്ളവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ കൂടെ നിൽക്കുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരം ഒരു വലിയ ദുരന്തത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന നമ്മളൊക്കെ എത്ര ദുർബലരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി വിനയമുള്ളവരായി ജീവിക്കേണ്ടതുണ്ട് എന്ന പാഠവും ഇതിൽ നമുക്കുണ്ട്. അള്ളാഹുവെ, ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഈ പരീക്ഷണത്തെ നേരിടാനുള്ള ക്ഷമയും കരുത്തും നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഒരു ആയത്ത് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. കഴിഞ്ഞ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ അവഗണിച്ചവർക്ക് താക്കീത് നൽകുന്നതാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് 5-ാമത്തെ ആയത്തിൽ മക്കയിലെ സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ ഒളിച്ചും പതുങ്ങിയും നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രബോധനം കേൾക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അലാ ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫൂ മിൻ അലാ ഹീന യസ്തഗ്ശൂന സിയാബഹും യഅലമു മാ യുസിറൂന വമാ യുലിനൂൻ ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ. അല, അറിയുക. അല എന്നാൽ ശ്രദ്ധിച്ചുകൊള്ളുക, അറിയുക, നോക്കുക എന്നൊക്കെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി പറയുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇന്നഹും യത്നൂന സുദൂറഹും, അവർ അവരുടെ നെഞ്ചുകളെ ചുരുട്ടിക്കളയുന്നു. ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാളെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി മുഖം മാറിലേക്ക് താഴ്ത്തുന്നതിനാണ് സനാ സദ്റഹു എന്ന് പറയുന്നത്. ലിയസ്തഖ്ഫൂ മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി. അല, അറിയുക. ഹീന യസ്തഗ്ശൂന സിയാബഹും, അവർ അവരുടെ വസ്ത്രം കൊണ്ട് സ്വയം മൂടുമ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോഴും ദീനീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും തലയിലൂടെ വസ്ത്രം മൂടിക്കൊണ്ടും മുഖം താഴ്ത്തിക്കൊണ്ടും വഴിമാറി നടന്നുകൊണ്ടും വീട്ടിൽ കയറി വാതിലടച്ചുകൊണ്ടും ഒഴിഞ്ഞു മാറിയിരുന്ന സത്യദീനിനെ അവഗണിച്ച ധിക്കാരികളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നോഹ് നബി അലൈഹിസ്സലാം ദീർഘകാലത്തെ തൻ്റെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധനകാലത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് വിവരിക്കുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ, സൂറത്ത് നൂഹ്. ആ റിപ്പോർട്ടിൽ നോഹ് നബി തൻ്റെ സമുദായത്തിലെ നിഷേധികളുടെ ധിക്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ നോഹ് നബിയെ കാണുമ്പോൾ നോഹ് നബി പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ വിരലുകൾ തിരികിയും തലയിലൂടെ തുണി മൂടിയും നടന്നിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ കാലത്തും സത്യപ്രബോധനം നടത്തുന്ന ആളുകൾ പലതരത്തിലുള്ള എതിർപ്പുകളും നിഷേധികളിൽ നിന്ന് നേരിടേണ്ടി വരും. ചിലർ നേർക്ക് നേരെ അക്രമവും ഭീഷണിയുമായി വരും. ചിലർ ഒളിഞ്ഞും പാത്തും മാറി നടക്കും. അങ്ങനെ നടക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. തുടർന്ന് അവരെ അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. അവരങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യഅലമു മാ യുസിറൂന വമാ യുലിനൂൻ, അവർ ഒളിപ്പിക്കുന്നതും അവർ പരസ്യമാക്കുന്നതും അള്ളാഹുവിന് അറിയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കാതെ അവർക്ക് ചിലപ്പോൾ ഒഴിഞ്ഞു മാറി നടക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ അള്ളാഹുവിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയുകയില്ല. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ, അവൻ ഹൃദയങ്ങളിലുള്ളത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ ഉള്ളറകളിലുള്ളതൊക്കെയും അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് ആർക്കും അള്ളാഹുവിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വയനാട് ദുരന്തത്തിൽ പ്രയാസപ്പെടുന്നവരുടെ ദുരിതങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.